നമസ്കാരം. കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. കുളമ്പ് രോഗത്തെ തുടർന്ന് അടച്ചിടാൻ കളക്ടർ നിർദ്ദേശിച്ച കൂത്താട്ടുകുളത്തെ കന്നുകാലിച്ചന്ത ഇന്നും പ്രവർത്തിച്ചു. അടച്ചിടാൻ നിർദ്ദേശം കിട്ടിയിട്ടില്ലെന്നാണ് കാലിച്ചന്ത ലേലത്തിന് എടുത്തവർ പറയുന്നത്. കോട്ടയം, എറണാകുളം ജില്ലകളിൽ കന്നുകാലികളിൽ കുളമ്പ് രോഗം വ്യാപകമായിട്ട് 2 ആഴ്ചയിലധികമായി. തിരുമാറാടി പഞ്ചായത്തിൽ ഒരു പശുക്കിടാവ് ചത്തതുൾപ്പെടെ 14 കന്നുകാലികൾക്ക് രോഗബാധ ഉണ്ടായതായി മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂത്താട്ടുകുളത്തെ കന്നുകാലി ചന്തയിൽ നിന്ന് വാങ്ങി തിരുമാറാടി വാളിയപ്പാടത്ത് എത്തിച്ച കന്നുകാലിയിൽ നിന്നാണ് ആദ്യം രോഗം പകർന്നതെന്ന് അധികൃതരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. വടകര, ഓലിയപ്പുറം പ്രദേശങ്ങളിലേക്ക് രോഗം വ്യാപിച്ചു. കേന്ദ്ര സംസ്ഥാന സംഘങ്ങൾ സ്ഥലത്തെത്തി പരിശോധന നടത്തി സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ഇതിനിടയിൽ രോഗബാധിതരായ കന്നുകാലികളെ മോനപ്പള്ളി ചന്തയിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചു തുടങ്ങി. മൃഗങ്ങളെ ചന്തയിലേക്ക് കയറ്റാതെ റോഡിൽ വെച്ച് കച്ചവടം നടത്തുകയാണ്. ഇത് സംബന്ധിച്ച് കച്ചവടക്കാരും ഇടനിലക്കാരും നടത്തിയ ഫോൺ സംഭാഷണം പുറത്തായി. മൃഗഡോക്ടർമാരുടെ പരിശോധന എല്ലാ കന്നുകാലി മാർക്കറ്റുകളിലും വേണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. മാർക്കറ്റിൽ കുളമ്പ് രോഗമുള്ള പശു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർമാർ വന്നിരുന്നതിന്റെ പേരിൽ ഈ സാധനത്തിനെ മാർക്കറ്റിൽ കയറ്റിയില്ല. ഇതിനെ ഒന്നിനെ നമ്മുടെ അമ്പലത്തിന്റെ അവിടെ വഴിയും കയറ്റി, ഒരെണ്ണത്തിനെ മോനപ്പള്ളിക്ക് നമ്മുടെ മോറ്റിക്കൽ വഴിക്ക് അവിടെ ഇട്ടും കയറ്റണ കണ്ടു. അതിപ്പോ നമുക്ക് ഈ ഒരു വണ്ടിയെ അടുത്ത വണ്ടിയിൽ കയറ്റി പോയതേ. അവിടെ ആൾക്കാർ കൂടി നിന്നുകൊണ്ട് നമുക്ക് ഇതിന്റെ കറക്റ്റ് വിവരങ്ങളൊന്നും കിട്ടിയില്ല. കാരണം മാർക്കറ്റിൽ കയറ്റാൻ കൊണ്ടുവന്നത് മാർക്കറ്റ് കയറ്റാൻ കൊണ്ടുവന്നുണ്ടെങ്കിൽ ഇവർ നിന്നതിന്റെ പേരിലായിരിക്കുമല്ലോ. അപ്പൊ ഇന്ന് വരുമെന്ന് ഇപ്പൊ ഞാനിന്ന് പശുവിനെ എടുത്തില്ല. കാരണം വെച്ചാല് നമുക്ക് ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് പേടിയാ. ഞാൻ എടുത്തില്ല പശുവിനെ ഒന്നും. പിന്നെ ഇങ്ങനെ ഒന്നുകൊണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഡോക്ടർമാർക്ക് ഇത് അറിവ് കിട്ടിയിട്ടുണ്ടോന്ന് അറിയത്തില്ല. അറിവ് കിട്ടിയില്ലെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇത് മൊത്തം നാട് നശിക്കും. കാരണം എനിക്ക് ഇനിയും കച്ചവടം ചെയ്യാം, നാളെ കഴിഞ്ഞിട്ടാണെങ്കിൽ കച്ചവടം ചെയ്യാം. അതുകൊണ്ട് ഈ സാധനം നിർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കല്ല, കർഷകർക്ക് എല്ലാവർക്കും നല്ലതായിരിക്കും. അത് ഇത്രയും കാര്യം പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് ഇവിടെ വെച്ച് ഇത്രയും ചെയ്തതേക്ക് വേറെ എന്തെല്ലാം ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും. അത് ശ്രദ്ധിച്ച് എല്ലാവർക്കും കൊള്ളാം. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.